ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുക, എല്ലാരും സംസാരിക്കുക. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് രാത്രി വന്നു, അങ്ങനെ നിന്നു. ഉമ്മയുടെ ഒരു മാർക്കും നോക്കില്ല, തീരെ ഉണ്ടാവില്ല. ഉമ്മ പറഞ്ഞ റിപ്പീറ്റ് പറയാ, ടീച്ചറെ വിളിക്കാന്നൊക്കെ പറഞ്ഞു. സ്കോർ നോക്കിയപ്പോഴും 570 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കറിയില്ല അത് മൊത്തത്തിൽ കട്ട് ഓഫ് എന്ത് വരുന്ന അറിയില്ല. യൂട്യൂബിലൊക്കെ പറഞ്ഞു 550 അങ്ങനെയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ആവും കിട്ടുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇത്ര നല്ല സ്കോറും റാങ്കും കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. പിന്നെ യൂണിവേഴ്സിറ്റി മേഫിനൊക്കെ നല്ല നന്ദി പറയണം. കാരണം ഇവിടെ പഠിക്കാനും എല്ലാം സഹായത്തിന് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഉപ്പ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 വട്ടം കിഡ്നിയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളാണ്. അത് കൂടാതെ തന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മ ഉപ്പ. അതുപോലെ ഉമ്മമ്മ. ഞാൻ ഇവിടെ ചേർന്നത് ലാസ്റ്റ് ബാച്ച് ആയിട്ടാണ്. അപ്പോൾ ഹോസ്റ്റൽ ഉണ്ടായിരുന്നില്ല, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ച് ഉമ്മമാന്റെ വീട് ഇവിടെ പരപ്പനങ്ങാടി, അവിടെ നിന്നാ പഠിച്ചിരുന്നത്. ഉമ്മമ്മ രാവിലെ നീച്ച് എനിക്ക് ഫുഡ് ഉണ്ടാക്കും ഒക്കെ എന്നെ സഹായിച്ചിരുന്നു 1 കൊല്ലം ഫുള്ള്. ലാസ്റ്റ് ആയപ്പോ AFSR പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി. അതിനുശേഷം പിന്നെ ഹോസ്റ്റലിലായിരുന്നു ഫുള്ള് 1 ഇയർ +2. അത് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ റൂമിലുള്ള ഒരു അഞ്ജലി, അങ്ങനെ കുറെ പേര് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങള് സെക്കൻഡ് ഇയർ തുടങ്ങിയപ്പോൾ ഞങ്ങളെ ഇവിടെ നെക്സ്റ്റ് ഹോസ്റ്റലിൽ മാറ്റി. അടുത്ത ഹോസ്റ്റലാണ് ഇവിടെ പെട്രോമിന്റെ അടുത്ത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ നല്ലൊരു പിയർ ഗ്രൂപ്പും കിട്ടി. ഞങ്ങളെ ഷെഡ്യൂളിൽ 3 പേരുണ്ടായിരുന്നു, ഹാദിർഹാന്, ബക്കർ, ഞാന്. മാഷാ അല്ലാഹ്, അള്ളാഹ് സഹായിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റി. ബക്കർ നല്ല റാങ്ക്, അതുപോലെ ഹാദിർഹാന് 580 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഹോസ്റ്റലിൽ എല്ലാവരും കുറെ പേർക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞങ്ങളെല്ലാവരും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറെ പേര് ഇപ്പം ബോർഡർ ലൈൻ മാർക്കിൽ നിൽക്കുന്നുണ്ട്. ഒരു നല്ല പഠിച്ച് അടുത്തെല്ലാം കിട്ടും എന്ന് പ്രതീക്ഷിക്കണം. പറയാനുള്ളൂ.